ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സച്ചിയും അരുണും കൂടി ദേഷ്യവും പകയൊക്കെ മറന്ന് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ സച്ചി ഒരാളെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് പേയ്മെൻ്റൊക്കെ മേടിച്ചിട്ട് കാറിൽ തിരിച്ചു കയറാൻ പോകുന്ന സമയത്ത് നമ്മുടെ അരുൺ ബൈക്കിൽ വരുവാണ്. അപ്പോൾ അരുണിനെ കാണുന്നതും സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അരുണും അതുപോലെ തന്നെ തിരിച്ച് ദേഷ്യത്തിൽ നോക്കുവാണ്. വണ്ടി നിർത്തുന്നൊന്നുമില്ല അരുൺ. സച്ചി ഇങ്ങനെ കലിപ്പിൽ നോക്കിയിട്ട് അങ്ങോട്ട് പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എവിടെ പോയാലും എൻ്റെ കൺമുമ്പിൽ ഇവൻ വന്ന് പെടുന്നുണ്ടല്ലോ. ദേവും ഇവനും തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല, ഞാനും ഇവനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതാ ഇങ്ങനെ എവിടെ പോയാലും എൻ്റെ മുമ്പിൽ തന്നെ വന്നു പെടുന്നത്. കഴിഞ്ഞ ജന്മത്തിലും ഇവൻ്റെ സ്വഭാവം ഇത് തന്നെ ആയിരിക്കത്തുള്ളൂ, അല്ലാതെ നല്ലവനാവാനുള്ള സാധ്യതയൊക്കെ കുറവാന്ന് പറഞ്ഞിട്ട് അരുണിനെ പറ്റി ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് സച്ചി കാറിൽ കയറുന്ന ടൈമിൽ ആ സച്ചിയുടെ നേരെ തന്നെ ഒരു ലേഡി ഇങ്ങനെ നടന്നു വരുന്നുണ്ടാവുകയും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടിട്ട് എന്തോ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വരുവാണ് അവർ. അപ്പോൾ ആ സ്ത്രീയുടെ കഴുത്തിൽ നിന്നും ഒരു കള്ളം വന്നിട്ട് മാല പൊട്ടിച്ചുകൊണ്ട് ഓടുവാണ്. സച്ചി ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവർ കിടന്ന് നിലവിളിക്കുന്നുണ്ട്, അയ്യോ കള്ളൻ, ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോഴേക്കും സച്ചി ഇത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഓടുവാണ് ആ കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ ബഹളം അരുണും കേൾക്കുന്നുണ്ട്. അരുണും അതുപോലെ തന്നെ ഫോളോ ചെയ്യുവാണ് കള്ളനെ. അപ്പോൾ ഈ കള്ളനെയും കാത്ത് ഇയാൾ ഏർപ്പാട് ചെയ്ത ഒരാൾ വണ്ടിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് കാത്തു നിൽക്കുവാണ്. മാലയും പൊട്ടിച്ച് ഓടി വരുമ്പോൾ തന്നെ ആ വണ്ടിയിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സച്ചി ഇങ്ങനെ സ്പീഡിൽ ഓടി വരുവാണ്. ഈ കള്ളനും അതുപോലെ തന്നെ ഓടുവാണ്. കള്ളൻ ഒച്ചത്തിൽ പറയുന്നുണ്ട്, എടാ വണ്ടി സ്റ്റാർട്ട് ചെയ്തോ, എളുപ്പം രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് അയാൾ ചാടി കയറി വണ്ടിയിലിരിക്കാൻ പോകുമ്പോഴേക്കും സച്ചി അയാളെ ഷർട്ടിന് പിടിച്ച് വലിച്ച് പുറത്തോട്ട് ഇടുവാണ്. എന്നിട്ട് അയാൾ വീണ്ടും സച്ചിയെ ഉന്തി മാറ്റിയിട്ട് വീണ്ടും സ്കൂട്ടറിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ അരുൺ ബൈക്കിൽ വരുവാണ്. അരുണിനെ കാണുമ്പോഴേക്കും ആ ബൈക്കിലിരുന്നവൻ അയ്യോ പോലീസ് എന്ന് പറഞ്ഞിട്ട് എളുപ്പം അയാളുടെ തടി രക്ഷപ്പെടുത്തി ഓടി രക്ഷപ്പെടുവാണ് കേട്ടോ. അപ്പോഴേക്കും ഈ കള്ളൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ സച്ചി അയാളെ പിടിക്കാൻ വേണ്ടി വീണ്ടും പോകുമ്പോഴേക്കും ഈ കള്ളൻ സച്ചിയെ പിടിച്ച് തള്ളി അരുണിൻ്റെ മേത്തോട്ട് ഉന്തിയിടുവാണ്. അങ്ങനെ അരുണും സച്ചിയും വണ്ടിയും കൂടി ഒന്നിച്ച് വീഴുവാണ് ഒരു സ്ഥലത്തോട്ട്. സച്ചി അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ കള്ളനെ ഫോളോ ചെയ്ത് ഓടുവാണ് വീണ്ടും. അരുൺ തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നോക്കുമ്പോഴേക്കും ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ലേ. അവസാനം ബൈക്ക് അവിടെ തന്നെ വെച്ചിട്ട് അരുണും സ്പീഡിൽ ഓടുവാണ് സച്ചിയുടെ പുറകിൽ. അങ്ങനെ കള്ളൻ എങ്ങോട്ടാ പോയതെന്ന് മനസ്സിലാവാതെ സച്ചി ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ റോട്ടിലൊരു സ്കൂട്ടർ മറിഞ്ഞും കിടക്കുന്നുണ്ടാവും. ഒരു വീടിൻ്റെ ഗേറ്റ് ഇങ്ങനെ തുറന്നും കിടപ്പുണ്ടാവും. അപ്പോൾ എന്തോ അത് ഇത്തിരി കുഴപ്പം പിടിച്ചതായിട്ട് തോന്നുമ്പോഴേക്കും സച്ചി നേരെ ആ വീടിൻ്റെ ഉള്ളിലോട്ട് ഓടിക്കയറുവാണ്. സച്ചിയുടെ പുറകെ അരുണും കയറുന്നുണ്ട്. അപ്പോൾ ഇവർ ആ വീടിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴേക്കും വീടൊക്കെ തുറന്നു കിടക്കുവാണ്. ആരെയും കാണുന്നില്ല. മുകളിലൊരു ബഹളം പോലെ കേൾക്കുന്നുണ്ട്, അയ്യോ ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞ് ബഹളം കേൾക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയും അരുണും കൂടി നേരെ അവരുടെ ടെറസിലോട്ട് പോവാണ്. ടെറസിലോട്ട് പോകുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അരുൺ ആക്ഷൻ വെച്ച് കാണിക്കുന്നുണ്ട്, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി നോക്കാം എന്ന് പറയുമ്പോഴേക്കും സച്ചി അതൊന്നും മൈൻഡ് ചെയ്യാതെ അരുണിൻ്റെ വാക്ക് കേൾക്കാതെ ഡോറ് തുറന്ന് അകത്ത് മുറിയിലോട്ട് പോകുവാണേ. അവിടെ നോക്കുമ്പോഴേക്കും ഈ കള്ളൻ ഒരു കത്തിയും വെച്ച് ആ ഒരു സ്ത്രീയുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു കത്തിയും വെച്ച് ഇങ്ങനെ നിൽക്കുവാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്തോട്ട് വന്നാൽ ഈ സ്ത്രീയെ ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ കള്ളൻ. അപ്പോഴേക്കും സച്ചിയും അരുണും അതൊന്നും വകവെക്കാതെ വീണ്ടും അടുത്തോട്ട് പോകാൻ നോക്കുമ്പോഴേക്കും അയാൾ കത്തി നല്ലോണം അടുപ്പിച്ചുകൊണ്ട് പോവാണ് ആ സ്ത്രീയുടെ ദേഹത്ത്. അവരാണെങ്കിൽ ഭയങ്കര നിലവിളിയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ സച്ചിയും അരുണും കൂടി പയ്യെ ആ മുറിയിൽ നിന്നും ഇറങ്ങുവാണ്. കാരണം കള്ളൻ്റെ അടുത്തോട്ട് പോയാൽ ആ സ്ത്രീയെ കൊല്ലും, അതിലും നല്ലത് തങ്ങൾ ഇവിടെ നിന്നും പോകുന്നതാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അരുൺ പുറത്തിറങ്ങുന്നുണ്ട്. പുറകിൽ സച്ചിയും ഇറങ്ങുവാണ്. അപ്പോഴേക്കും കള്ളൻ്റെ വിചാരം ഇവർ പോവാണെന്നല്ലേ. സച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോകുന്ന വഴിയിൽ അവിടെ ഒരു ഫ്ലവർ വേസ് ഉണ്ടാവുകയും അതെടുത്ത് ആ കള്ളൻ്റെ തലയിലോട്ട് ഒറ്റെറിയുവാണ്. അപ്പോഴേക്കും അയാളുടെ കയ്യിൽ നിന്ന് കത്തിയും താഴെ വീഴുന്നുണ്ട് വേദനയിൽ. പിന്നെ അറിയാലോ സച്ചി അയാളെ പിടിച്ച് നല്ലോണം പെരുമാറുന്നുണ്ട്. സച്ചി മാത്രമല്ല അരുണും വന്ന് അയാളെ നല്ലതുപോലെ ഇടിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, വാടാ നിന്നെ ഞാൻ സ്റ്റേഷനിൽ നിന്നെക്കിട്ട് ഞാനൊരു പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെയും വലിച്ചുകൊണ്ട് അരുൺ സ്റ്റേഷനിലോട്ട് പോവാണ്. സച്ചി എന്തെന്ന് വെച്ചാൽ ആ പേടിച്ചിരിക്കുന്ന സ്ത്രീയെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, വെള്ളം വേണമെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, മോൻ സമയത്ത് ആ ഫ്ലവർ വേസ് എടുത്ത് അയാളുടെ തലയിൽ എറിഞ്ഞത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് സച്ചിയോട് താങ്ക്സ് ഒക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അയ്യോ ഇതൊന്നും ഇങ്ങനെ താങ്ക്സ് ഒന്നും പറയല്ലേ, ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുതരാം, നിങ്ങൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും അവർ ശരി മോനെ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി അവരെ നല്ലതുപോലെ പരിചരിക്കുന്നൊക്കെയുണ്ട്.
സച്ചി എന്നിട്ട് അവരെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. ഇനി നിങ്ങൾ വിഷമിക്കണ്ട, പേടിക്കണ്ട, ആ കള്ളനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, ഇനി അവൻ്റെ കാര്യം അവർ നോക്കിക്കോളും എന്ന് പറയുമ്പോഴേക്കും അവർ വീണ്ടും ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുവേ, മോനെ നീയും പോലീസാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഹേയ് അല്ല, ഞാനൊരു കാർ ഡ്രൈവറാന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, എന്തായാലും മോൻ്റെ ധൈര്യം സമ്മതിക്കണം, മോനില്ലായിരുന്നെങ്കിൽ എന്താകുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യാന്ന് പറഞ്ഞിട്ട് അവർ സച്ചിയോട് വീണ്ടും വീണ്ടും നന്ദി പറയുവാണ്. മോൻ്റെ നമ്പർ തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പേഴ്സിൽ നിന്നും തൻ്റെ കാർഡ് എടുത്ത് അവർക്ക് കൊടുക്കുവാണ്. ദേ ഇതാണ് എൻ്റെ നമ്പർ, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പം തന്നെ ഓടി എത്തിക്കോളാം, നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെ ഇതുപോലെ ഡോറൊന്നും തുറന്നിടരുത്, കള്ളന്മാർ പെരുകിക്കൊണ്ടിരിക്കുക, ഡോറൊക്കെ ലോക്ക് ചെയ്യണം, വീട്ടിൽ ആരും ഇല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ഇല്ല അവരൊക്കെ ഓഫീസിൽ പോയി, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ പോവാം, ഡോറ് കൈയോടെ ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോവാണ്. സച്ചിയോട് അവർക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും ഒക്കെ തോന്നിയിട്ടുണ്ട്. കാരണം സച്ചിയുടെ സമയത്തുള്ള ഇടപെടൽ കൊണ്ടാണല്ലോ അവർ രക്ഷപ്പെട്ടത്. പിന്നെ കാണിക്കുന്നത് അരുൺ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് അമ്മയുടെ അടുത്തോട്ട് വരുവാണേ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ ഒന്ന് പതിവില്ലാതെ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട്? അപ്പോൾ അരുൺ പറയുന്നുണ്ട്, അമ്മേ എനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് പറയുവാണ്. അപ്പോൾ അമ്മ ചോദിക്കും, പ്രൊമോഷനോ, ഇതെന്താ ഇത്ര പെട്ടെന്ന്? അപ്പോൾ അരുൺ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മേ, ഒരു കള്ളൻ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കത്തിയും വെച്ച് അവരെ ഭീഷണിപ്പെടുത്തുമായിരുന്നു, ഞാൻ സമയത്ത് ചെന്ന് ഇടപെട്ടത് കൊണ്ട് അവരെ രക്ഷപ്പെട്ടു, അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രൊമോഷൻ, കമ്മീഷണർ വരെ എന്നെ വിളിച്ച് അഭിനന്ദിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. അരുണും നല്ല സന്തോഷമുണ്ട്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, ഇങ്ങനൊരു നല്ല കാര്യം നടന്നതുകൊണ്ടാമേ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ഇന്നാണ് സന്തോഷിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മയ്ക്കും സങ്കടം വരുവാണ്. കാരണം ദേവുവിൻ്റെ കാര്യം ഉള്ളത് കൊണ്ട് തന്നെ അരുൺ ഒരുപാട് നാളായിട്ട് ഭയങ്കര ഒരു നിരാശാവസ്ഥയിലായിരുന്നല്ലോ. അമ്മ അരുണിനെ ഉപദേശിക്കുന്നുണ്ട്, മോനെ നീ ആ ദേവുവിനെ മറക്കുമെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാ പറയുന്നത്, ഇപ്പം എന്തിനാ ഈ വിഷയം പറയുന്നതെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, മോൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, മോൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് നാൾക്ക് ശേഷം ഇന്ന് നിൻ്റെ മുഖത്ത് ഞാനൊരു സന്തോഷം കാണുന്നത്, ഈ സന്തോഷം ഇതുപോലെ തന്നെ നിലനിൽക്കണം, നീ അവളെ മറന്നേക്ക്, നിന്നെ വിലയില്ലാത്ത ഒരു കുടുംബത്തിലോട്ട് നീ അവിടുത്തെ മരുമകനായിട്ട് കയറി ചെല്ലണ്ടെന്നൊക്കെ അരുണിനോട് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അമ്മേ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഞാൻ ഉള്ള കാര്യമാടാ പറയുന്നത്, ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി നീ അവളെ മറന്നേക്ക്, നിനക്ക് വേണ്ടി ഞാൻ പെണ്ണ് അന്വേഷിക്കാൻ തുടങ്ങുക, നല്ലൊരു മരുമകളെ ഞാൻ ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരും നിന്റെ ഭാര്യയായിട്ടെന്നൊക്കെ അമ്മ നല്ല ഉറപ്പിച്ച തീരുമാനം അരുണിനോട് പറയുവാണ്. അരുണാകെ വല്ലാതാവുകയാണ്. കാരണം അരുൺ ഒരിക്കലും ദേവുവിനെ മറക്കാൻ സാധിക്കില്ല. അരുൺ ഫോൺ എടുത്ത് എളുപ്പം തന്നെ ദേവുവിനെ വിളിച്ചിട്ട് ഈ സന്തോഷ വാർത്ത പറയുന്നുണ്ട്. ദേവു എനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് പറയുമ്പോഴേക്കും ദേവുവിനും ഒരുപാട് സന്തോഷമാവാണ്. പ്രൊമോഷൻ കിട്ടിയോ, എന്താ ഇത് ഇത്ര പെട്ടെന്നെന്ന് ദേവും ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അത് പിന്നെ ഒരു സ്ത്രീയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച ഒരു കള്ളനെ ഞാൻ കൈയോടെ പിടിച്ചു, അവരെ കൊല്ലാൻ ശ്രമിക്കുമായിരുന്നു അയാൾ, അപ്പോൾ എൻ്റെ ഒരു ഇടപെടൽ കാരണം അയാളെ ഞാൻ പിടിച്ചുകൊണ്ടും പോയി, അവരെ രക്ഷിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ദേവുവിന് ഒരുപാട് സന്തോഷമാവാണ്. മനസ്സിലൊരു കുറ്റബോധവും തോന്നുന്നുണ്ട്, ഇത്രയും നന്മയുള്ള ഒരാളെയാണല്ലോ സച്ചിയേട്ടൻ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാത്തതെന്നൊക്കെ ഓർക്കുവാണ്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, ദേവു ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ഇവിടെ അമ്പലത്തിൽ കടയിലാന്ന് പറയുമ്പോഴേക്കും അരുൺ അങ്ങോട്ട് വരാമെന്ന് പറയുവാണ്. അപ്പോൾ ദേവു പറയുന്നുണ്ട്, ഇവിടെ അമ്മയും ചേച്ചിയും ഒക്കെ ഉണ്ടെന്ന് പറയുവാണ്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, ആ സാരമില്ല, എനിക്ക് അവരെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അരുൺ എളുപ്പം ബൈക്ക് എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോഴേക്കും ദേവു അവിടെ അമ്മയോട് അരുൺ വരുന്ന കാര്യം പറയുമ്പോഴേക്കും അമ്മയ്ക്ക് ദേഷ്യം വരുവാണ്. നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ, സച്ചി സമ്മതിക്കാത്തൊരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല, അവൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് കാണണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്നും പോവാണ്. രേവതി അവിടെ ഉണ്ടാവുകയെ അരുൺ വന്നിട്ട് തനിക്ക് പ്രൊമോഷൻ കിട്ടിയ കാര്യമൊക്കെ രേവതിയോട് പറയുമ്പോഴേക്കും രേവതിയും കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, സച്ചിയും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എന്ന് പറയുമ്പോഴേക്കും ദേവുവിനും രേവതിക്കും അതൊരു ഷോക്കാവുകയാണ്. സച്ചിയേട്ടനോ, സച്ചിയും എന്നെ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവരിങ്ങനെ വാപിളിച്ച് നിൽക്കുവാണ്. കാരണം ശത്രുക്കളായ രണ്ടുപേര് തമ്മിൽ ഒന്നിച്ചു നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.